നമസ്കാരം. മറുനാടും മലനാടും എല്ലാവർക്കും സ്വാഗതം. ഒളിമങ്ങാത്ത ഓർമ്മകളെ താലോലിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്നവരാണ് ഒരു പരിധിവരെ മറുനാടൻ മലയാളികൾ. ആ ഓർമ്മകളുടെ നനവ് നമുക്ക് ഊർജ്ജമാകുന്നു, ഉത്തേജനമാകുന്നു പലപ്പോഴും. അങ്ങനെ വീണ്ടും നമ്മൾ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എത്തിയിരിക്കുകയാണ്. അബുദാബിയിൽ അൽസ എഞ്ചിനീയറിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ കെ വി അനിരുദ്ധൻ, അദ്ദേഹം പ്രധാനമായും അതിനുപരി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത് 2007 രൂപം കൊണ്ട സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ എന്ന നിലയിലാണ്. എന്താണ് സാന്ത്വനം, എന്താണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ, എന്താണ് അൽസ എഞ്ചിനീയറിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങിയ കാര്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ ഓർമ്മകളിലേക്കാണ് നമ്മൾ പോകുന്നത്. എല്ലാവർക്കും വേണ്ടി നമുക്ക് അനിരുദ്ധൻ സാറിനെ സ്വാഗതം ചെയ്യാം. സാർ സ്വാഗതം. നമസ്കാരം. സുമാർ ഒരു പ്രവാസിയാണ്, മറുനാടൻ മലയാളിയാണ്. അപ്പോൾ നാടുമായിട്ടുള്ളത് ഓർമ്മകളായിരിക്കും കൂടുതലും. ഇപ്പോഴും കൂടെ യാത്ര ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഇക്കാലത്തുണ്ടെങ്കിൽ പോലും ചെറുപ്പകാലത്തെ ഓർമ്മകളിൽ നിന്ന് നമുക്ക് തുടങ്ങാം. പറഞ്ഞത് വളരെ കറക്റ്റാണ്. എൻ്റെ കാരണം മറുനാടൻ മലയാളികൾക്ക് ബാക്കി നിൽക്കുന്ന ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. അവർ ജീവിക്കുന്നു എന്ന് പറഞ്ഞ് ജീവിച്ച് തീർക്കുന്നു എന്ന് ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഓർമ്മകളാണ് ശരിക്ക് മറുനാടൻ മലയാളികളെ മുമ്പോട്ട് പോകാനുള്ള ആ ഒരു പ്രചോദനം തരുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജനിച്ച് വളർന്നത് ഒരു കുഗ്രാമമാണ്. ശരിക്കും കൊട്ടിയൂർ, കണ്ണൂർ ഡിസ്ട്രിക്റ്റിലെ കൊട്ടിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജനിച്ചതും വളർന്നതും. അത് ആക്ച്വലി ഒരു കുടിയേറ്റ പ്രദേശമാണ്. അപ്പോൾ അവിടെ അച്ഛനായിട്ട് കുടിയേറി വന്നതാണ്. അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭീഷണി ഉണ്ടായിരുന്നു, കുടിയേറ്റക്കാരെ ഇറക്കി വിടും എന്നുള്ളൊരു ഭീഷണി ഉണ്ടായിരുന്ന സമയമായിരുന്നു. ആ സമയത്ത് മറ്റ് പുറമേ നിന്ന് ബി വെല്ലിംഗ്ടൺ, ഫാദർ വടക്കൻ അങ്ങനെയുള്ള ആൾക്കാരുടെ ഇടപെടലും അതിനുശേഷം അങ്ങനെയുള്ള ഭീഷണിയിൽ നിന്ന് മാറി പിന്നെ ഒരു സ്വസ്ഥമായ ജീവിതം നയിക്കാൻ തുടങ്ങി. ശരിക്കും എൻ്റെ നാടിനെക്കുറിച്ച് എനിക്ക് എൻ്റെ ഓർമ്മ വരുന്നത്, ഞാൻ വിദേശത്ത് പല രാജ്യങ്ങളിലും യാത്ര ചെയ്തു. ഈവൻ സ്വിറ്റ്സർലൻഡിൽ കൂടെ യാത്ര ചെയ്യുമ്പോഴും അവിടെയൊക്കെ അവരാ വലിയ കാര്യമായിട്ട് എടുത്തു പറയുന്ന പനോരമിക് വ്യൂസിനെ കുറിച്ച്. പക്ഷേ മറുനാട്ടിൽ നിന്ന് തിരിച്ചൊരിക്കൽ നാട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് ഈ പറയുന്ന വ്യൂവിനേക്കാൾ എത്രയോ ഫാർ ബെറ്ററാണ് നമ്മുടെ നാട്ടിലുള്ളതെന്ന് മനസ്സിലാകുന്നത്. അവിടെയാണ് ജനിച്ചു വളർന്ന്. അതൊരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് ആൻസിസ്റ്റേഴ്സ് ഏത് സ്ഥലത്തായിരുന്നു? എവിടെ? ശരിക്കും ആൽവേ. അച്ഛൻ റെയിൽവേയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ജോലി റിട്ടയർ ചെയ്തതിന് ശേഷം റിട്ടയർ അല്ല, വോളണ്ടിയർ റിട്ടയർമെൻ്റ് എടുത്ത് കൃഷിയിലേക്ക് ഇറങ്ങിയായിരുന്നു. അങ്ങനെ ഒരു കർഷകന്റെ മകനായി. അതെ അതെ. പിന്നെ അവിടെ നിന്ന് എങ്ങനെയാണ് സാർ അബുദാബിയിലേക്കും അൽസ? അത് കഴിഞ്ഞ് എൻ്റെ വിദ്യാഭ്യാസം ഞാൻ പാലക്കാട് NSS എഞ്ചിനീയറിംഗ് കോളേജിലായിരുന്നു. അത് അവിടെ നിന്ന് പഠിച്ചു കഴിഞ്ഞപ്പോൾ ആ സമയത്താണ് എൻ്റെ വിവാഹം നടക്കുന്നത്. എൻ്റെ വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നാട്ടിൽ ഒരു വലിയ കോളിളക്കം ഉണ്ടാക്കിയൊരു വിവാഹമായിരുന്നു. കാരണം ഞാൻ വിവാഹം കഴിച്ചൊരു ക്രിസ്ത്യൻ പെൺകുട്ടിയായിരുന്നു. അത് എൻ്റെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള വീട്ടിലെ കുട്ടിയാണ്. വിവാഹം കഴിഞ്ഞ് പിന്നെ ഒരു വർഷത്തേക്ക് എനിക്ക് ആ രാജ്യത്തേക്ക് പോകാൻ പറ്റുന്നില്ലായിരുന്നു. അത്രയും വളരെ കോളിളക്കം ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ വന്ന് ഞാൻ വെള്ളൂർ ന്യൂസ് പ്രിൻറ്റിലാണ് ഞാൻ ജൂനിയർ എഞ്ചിനായിട്ട് ജോയിൻ ചെയ്യുന്നത്. അവിടെ വെച്ചാണ് ജേക്കബ് ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനി കുറച്ച് പുതിയ യങ് എഞ്ചിനീയേഴ്സിന് വേണം എന്നുള്ളൊരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടു. അത് അപ്ലൈ ചെയ്തു. അങ്ങനെ എനിക്ക് ആ ചാൻസ് കിട്ടി. 19 വർഷം ഒരു നീണ്ട സർവീസായിരുന്നു. അവിടുത്തെ ആ സർവീസിന് ശേഷം ഞാൻ തിരിച്ചു വരുന്നത്, അവിടെ ആ സമയത്ത് ഒരു കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാകുമെന്നുള്ളൊരു തോന്നൽ വന്നതുകൊണ്ട് ഖത്തറിൽ വന്നു. ഖത്തറിൽ വന്ന് 2 വർഷം അവിടെ ജോലി ചെയ്തു. അവിടെ ജോലി ചെയ്യുന്ന സമയത്താണ് ഞാൻ അവിടെ വെച്ച് രാജേഷ് നായർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ പരിചയപ്പെടുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായി. അദ്ദേഹം അവിടുന്ന് അബുദാബിയിലേക്ക് വരുന്നു. അബുദാബിയിലേക്ക് വന്നതിന് ശേഷം
അദ്ദേഹത്തിൻ്റെ അഡ്വൈസ് അനുസരിച്ച് ഞാൻ അവിടുത്തെ ജോലി റിസൈൻ ചെയ്തിട്ട് അബുദാബിയിൽ വന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ച് അബുദാബിയിൽ എത്തിപ്പെടുന്നു. അതാണ് അബുദാബിയിലേക്കുള്ള എൻട്രി. അത് ഏത് വർഷമായിരുന്നു? അത് 2000. കൊട്ടിയൂരിൽ നിന്ന് വെള്ളൂർ, ജോർദാൻ, ദോഹ വഴി അബുദാബിയിലെത്തി. അതിനുശേഷമുള്ള അബുദാബിയിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ച് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വെച്ച് ഞങ്ങളൊരു ഇപ്പോൾ എന്നോട് ഇപ്പോൾ ഈ സിറ്റുവേഷനിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഈ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും മാന്യനായ ഒരു വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എടുത്തു പറയും മിസ്റ്റർ ഗസാൻ അർബിദ്. അതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ കൂടെ ഇപ്പോൾ 12 വർഷം ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ആ കമ്പനി ഒരുമാതിരി അവർ ഡിമോളിഷ് ചെയ്യാനുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു. അപ്പോഴാണ് 3 പേരും കൂടെ ആലോചിച്ചിട്ട് പുതിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ അങ്ങനെ രൂപം കൊണ്ടതാണ് ശരിക്കും അൽസ. അൽസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും രാജേഷും അതിനകത്ത് മാറി നിന്നുകൊണ്ട് മിസ്റ്റർ ഗസാനാണ് ഇവിടുത്തെ ലോക്കൽ സ്പോൺസറും കൂടെ കൂടിയിട്ട് ഫോം ചെയ്തൊരു കമ്പനിയാണ് അൽസ. അങ്ങനെ അൽസയിലെത്തിപ്പെടുന്നു. അൽസയിലെത്തി ഒരു 2008 മുതലാണ് ശരിക്കും അൽസയുടെ ശരിക്കുള്ള പ്രവർത്തനം തുടങ്ങുന്നത്. ഈ 2008 മുതൽ ഇങ്ങോട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ 2006 ഞാൻ ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ഫസ്റ്റ് കോഴ്സ് ചെയ്യുന്നു. കാരണം രാജേഷ് നായർ ഇതിനു മുൻപ് തന്നെ ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ കോഴ്സ് ചെയ്തിരുന്നു. പലപ്പോഴും ഞങ്ങൾ ഈ നീണ്ട യാത്രകളിലൊക്കെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കും. ഫിലോസഫി സംസാരിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾ രണ്ടുപേരും വളരെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരായിരുന്നു. അപ്പോഴാണ് പുള്ളി എന്നോട് പറഞ്ഞത്, നിങ്ങൾ ശരിക്ക് ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ കോഴ്സ് ചെയ്യണം. കാരണം അതിനകത്ത് നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളുണ്ട്. അങ്ങനെ ആ ഒരു ദിവസം ആ കോഴ്സിന് പോവുകയും അന്ന് ഞാൻ ശരിക്ക് ഡ്രിങ്ക്സ് കഴിക്കുന്ന സമയമായിരുന്നു. എനിക്കിതിന് പോകാൻ ഇഷ്ടമുണ്ടായിരുന്നു. ഫസ്റ്റ് ഡേ പോയി ഞാൻ പറഞ്ഞു, ഇത് എനിക്ക് ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്, ഒരു ലിവിങ് ഗോഡിനെ കുറിച്ച് എനിക്കത്ര വലിയ പ്രതീക്ഷയൊന്നുമില്ല. പക്ഷേ പുള്ളി എന്നെ നിർബന്ധിച്ച് പിറ്റേ ദിവസം വീണ്ടും പറഞ്ഞു വിട്ട് കഴിഞ്ഞപ്പം അവിടെ ചെന്നു. അന്നാണ് ഈ സുദർശനക്രിയ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ടായാൽ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. അതിൻ്റെ ഫസ്റ്റ് ഫേസ് എടുത്തു. വെരി ഹോണസ്റ്റ്ലി എൻ്റെ ലൈഫിലെ ഒരു നോൺ റിട്ടേൺ പോയിൻ്റാണത്. അവിടെ നിന്ന് ആ ദിവസം 2006 ഫെബ്രുവരി 8 എൻ്റെ മാരേജ് നടന്ന സെയിം ഫെബ്രുവരി 8 എൻ്റെ മാരേജ് നടന്നതും സെയിം കോയിൻസിഡൻസാണ്. 180 ഡിഗ്രി ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് പിന്നെ എൻ്റെ ലൈഫ് പോകുന്നത്. തീർച്ചയായിട്ടും അതെന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഇന്നത്തെ ഈ നിലയിലേക്ക് എത്തിപ്പെടുന്നുണ്ടെങ്കിൽ അന്ന് ഞാനെടുത്ത ഒരു തീരുമാനം, ആ കോഴ്സിന് അറ്റൻഡ് ചെയ്തതും അതിൽ നിന്ന് കിട്ടിയ നോളജും അതെന്നെ വല്ലാതെ പ്രചോദിപ്പിച്ചിട്ടുണ്ട്. അതാണ് ശരിക്കും എന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത്. അതിനുശേഷം ഞാൻ ശരിക്കും ആർട്ട് ഓഫ് ലിവിങ്ങായിട്ട് വളരെ അടുത്ത്, ഞാൻ ഗുരുജിയായിട്ട് വളരെ അടുത്ത് അസോസിയേറ്റ് ചെയ്ത് ഗുരുജിയുടെ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ഏതിനും എത്തിപ്പെടാനും അതിനെല്ലാം വളരെ ചുരുക്കം ചില ആൾക്കാർക്ക് കിട്ടുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട് ശരിക്കും. എൻ്റെ കാരണം ഏതൊരു പൂജ നടക്കുകയാണെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ഗുരുജിയുടെ അടുത്ത് പോയിരിക്കാം. ഗുരുജി ട്രാവൽ ചെയ്യുമ്പം അതേ ഫ്ലൈറ്റിൽ ഗുരുജിയുടെ കൂടെ ഉണ്ടാവും. ഏതൊരു ഫങ്ഷൻ ഉണ്ടെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ഗുരുജിയുടെ ആ പ്രസൻസിൽ അത് വളരെ അടുത്ത് ക്ലോസ് ആയിട്ടുള്ളൊരു പ്രസൻസ് എനിക്ക് അലോ ചെയ്തു തരുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെ കിട്ടുന്നൊരു മെസ്സേജ്, ഗുരുജി നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന മെസ്സേജും നമ്മൾ മാത്രം ജീവിച്ചാൽ പോരാ, സറൗണ്ടിങ്സും കൂടെ കാമായിരിക്കണം എന്നാലാണ്. അപ്പോൾ ആ ഒരു ബേസിക് നോളജാണ് ഇങ്ങനെയൊരു കമ്പനി ഉണ്ടായിക്കഴിഞ്ഞപ്പം നാട്ടിൽ അവരുടെ ലൈഫിൽ വിദേശം എന്നുള്ള സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്ത ഏറ്റവും പാവപ്പെട്ട് സ്വന്തമായിട്ടൊരു ടിക്കറ്റ് എടുക്കാനോ അല്ലെങ്കിൽ ഒരു പാസ്പോർട്ട് ഉണ്ടാക്കാനോ കഴിവില്ലാത്ത തരത്തിലുള്ള ആൾക്കാരെയാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാർ ഇവിടെ വന്നു. ആദ്യം ഞാൻ കുറേ എൻ്റെ റിലേറ്റീവായിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവന്നു. അവരും റിച്ച് അല്ല കേട്ടോ, അവരും ദ പൂറസ്റ്റാണ്. അവരും എല്ലാവരും കൂടെ കൂടി ഒരു 6 വ്യക്തികൾ കൂടി ക്യാമ്പിലിരുന്ന് ചിന്തിച്ചു, ഓക്കെ സാർ ഇത്രയും കാര്യമായിട്ട് മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്, ഇങ്ങനെ കൊണ്ടുവന്ന നമ്മൾ എന്തുകൊണ്ട് കുറച്ചുകൂടെ മറ്റുള്ള ആൾക്കാരോട് സഹായിക്കുന്നില്ല. 6 വ്യക്തികൾ കൂടി എടുത്ത ഒരു തീരുമാനത്തിൻ്റെ ഒരു പരിണിതമാണ് സ്വാതന്ത്ര്യം ചാരിറ്റബിൾ ട്രസ്റ്റ്. പിന്നെ ഞാൻ അതിൻ്റെ രക്ഷാകർതൃത്വം ഏറ്റെടുക്കുകയും അതിനുവേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുകയും അവരോട് ശരിക്കും ആ ഒരു സംഘടനയായി ഉയർത്തുകയും ഇന്നിപ്പം 320 കുടുംബങ്ങളെ എനിക്ക് അവിടെ നിന്ന് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അൽസ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിലെ
മെമ്പേഴ്സ് മാത്രമാണ് സാന്ത്വനത്തിലുള്ളത്, പുറത്തുനിന്നുള്ള മെമ്പേഴ്സ് ഇല്ല? പുറത്തുനിന്നുള്ള ആൾക്കാരില്ല എന്ന് പറയാൻ പറ്റില്ല, 1-2 വ്യക്തികളുണ്ട്. പക്ഷേ ഞങ്ങൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ഞങ്ങൾക്കൊരു ബേസിക് തിയറി ഉണ്ട്. നമ്മൾ സമ്പാദിക്കുന്നതിൻ്റെ ഒരു ഭാഗം മാറ്റിവെച്ച് നടത്തുന്ന ഒരു ചാരിറ്റിയാണ്. അല്ല മറ്റുള്ളവരിൽ നിന്നൊരു ഡൊണേഷൻ വാങ്ങുകയോ അല്ലെങ്കിൽ ഒരു കോൺട്രിബ്യൂഷൻ വാങ്ങിയിട്ട് നമ്മളതിന് ആ ഒരു രീതിയിലില്ല. അതിൻ്റെ കാരണം അതിൻ്റേതായ വാല്യൂ കിട്ടണമെങ്കിൽ നമ്മൾ സ്വയം അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ കൊണ്ട് ചെയ്യുന്ന കാര്യമാണ്. ഒരു നല്ല പ്രവൃത്തിക്ക് ഉപയോഗിക്കുമ്പോഴാണ് അതിൻ്റെ വാല്യൂ ഉള്ളൂ. പലരോടും നമ്മൾക്ക് ഒരുപാട് വാങ്ങാൻ പറ്റും, അത് കൊണ്ടുപോയി ഒരു പേരിന് വേണ്ടി ചെയ്യുന്നതിൽ അതിൻ്റെ ഒരു ആത്മാർത്ഥത കിട്ടില്ല എന്നുള്ളൊരു വിശ്വാസികളാണ് ഞങ്ങൾ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് വരുന്ന ആൾക്കാർ ഈ ഓരോ മാസവും തരുന്ന പൈസ അതൊരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് തരുന്നത്. അതിൻ്റേതായൊരു വാല്യൂ വേറെയുണ്ട്. ഇത് ഞങ്ങൾ അങ്ങോട്ട് പോയി കളക്ട് ചെയ്യേണ്ട, ശമ്പളം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. കാരണം ഓരോ ദിവസവും ഇതിൻ്റെ പ്രവർത്തനം കണ്ട് മനസ്സിലാക്കി അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ അവരാദ്യം വീട്ടിൽ പൈസ അയക്കുകയല്ല, സ്വാതന്ത്ര്യത്തിൽ പൈസ കൊടുക്കണം എന്നുള്ള ചിന്താഗതിയുള്ള കുറേ ആൾക്കാരിപ്പം ഈ ഗ്രൂപ്പിലുണ്ട്. അൽസയുടെ ആക്ടിവിറ്റീസും കൂടെ ഓക്കെ. അൽസയുടെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ശരിക്ക് EPC കോൺട്രാക്റ്റാണ്. EPC മീൻസ് എഞ്ചിനീയറിംഗ് പ്രൊക്യൂർമെൻറ്റ് ആൻഡ് കൺസ്ട്രക്ഷൻ. നമ്മുടെ നാട്ടിൽ അതിന് ടേൺ കീ പ്രോജക്ട്സ് എന്ന് പറയും. അങ്ങനെയുള്ള ഓയിൽ ഫീൽഡ് റിലേറ്റഡ് വർക്കുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അൽസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളർന്ന് ഈ ലോക്കൽ കമ്പനികളിൽ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് കമ്പനിയാണ് അബുദാബിയിലുള്ളത്. യാത്രകളും ജീവകാരുണ്യ പ്രവൃത്തികളിലൂടെയൊക്കെ പോയപ്പോഴത്തേക്ക് സ്വന്തം കുടുംബത്തിലേക്ക് നമ്മൾ എത്തി നോക്കിയില്ല. സ്വന്തം കുടുംബത്തെ കുറിച്ച് കൊണ്ടൊന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ വിവാഹത്തെക്കുറിച്ച് ഭാര്യ വളരെ സ്വസ്ഥമായി എൻ്റെ ഭാര്യ കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്തൊരു സാറ്റിസ്ഫാക്ഷനാണ് അത്. ശരിക്കും എനിക്ക് 2 കുട്ടികളാണ്, ആൺകുട്ടിയും പെൺകുട്ടിയും. മൂത്ത മകൻ അവൻ MBA കഴിഞ്ഞു. അതിനുശേഷം ഇംഗ്ലണ്ടിൽ പോയിട്ട് അടുത്ത ഗ്രാജുവേഷൻ കഴിഞ്ഞു, ഇവൻറ്റ് മാനേജ്മെൻറ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞു. ഇപ്പം ചെറിയൊരു ബിസിനസ് നാട്ടിൽ തുടങ്ങാം എന്നുള്ളൊരു ഇതിൽ ഞങ്ങൾ തുടങ്ങി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അവനെ നാട്ടിൽ നിർത്തിയിരിക്കുകയാണ്. മകൾ വിവാഹം കഴിച്ചു, ഒരു പേരക്കുട്ടിയുണ്ട്. 2ാമത്തെ കുട്ടി ഇപ്പോൾ ഡ്യൂ ആയി നിൽക്കുകയാണ്. അടുത്ത കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ 2ാമത്തെ ഒരു പേരക്കുട്ടിയുടെ മുത്തച്ഛനാകും. ഇവിടെയാണ് സാർ നമ്മൾ പ്രേക്ഷകരായാലും എല്ലാവരും ശ്രദ്ധിക്കും. ഇവിടെ ധാരാളം മറുനാടൻ മലയാളികൾ ചാരിറ്റി ചെയ്യുന്നുണ്ട്, കാരുണ്യ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നുണ്ട്. പക്ഷേ ഒരു കാരുണ്യ പ്രവൃത്തി എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം, ആർക്ക് ചെയ്യണം, ഈ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നിടത്താണ് കൃത്യമായി അത് റിസൾട്ട് ഉണ്ടാവുക. സാന്ത്വനം ഏകദേശം അങ്ങനെ ഏതാണ്ട് അത്തരത്തിൽ തന്നെ ഒരുപാട് പേർക്ക് സാന്ത്വനമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സാരഥിയായ അനിരുദ്ധൻ സാറിനും ഒപ്പം ഈ 185 മെമ്പർമാരെയും ഓർത്തുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും സാന്ത്വനത്തിനും സാറിനും. താങ്ക് യു. നമ്മുടെ വ്യക്തിത്വത്തിനും സൗന്ദര്യത്തിനും മാറ്റുകൂട്ടാൻ നല്ല വസ്ത്രങ്ങൾ തന്നെ വേണം. നല്ല വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുക, അത് നന്നായി ധരിക്കുക, ലോകത്തിൻ്റെ ശ്രദ്ധ നേടുക. എല്ലാവർക്കും നന്ദി. ഇനി അടുത്ത ആഴ്ച ശുഭരാത്രി.